മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 കൊരിന്തോസ് 11:1 letter to 1 Corinthians chapter 11 verse 1 ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ആത്മീയ ജീവിതത്തെ പറ്റി ആത്മസംതൃപ്തനായിരുന്നു. ഈശോയോട് ചേർന്ന് താൻ ജീവിക്കുന്നുവെന്ന ഉത്തമ ബോധ്യം തന്നിൽ ഉറപ്പുണ്ടായിരുന്നു. മറ്റെല്ലാവരും തന്നെ പോലെ ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ ആഗ്രഹിച്ചു. തനിക്കും കുറവുകളില്ല എന്നതിനർത്ഥമില്ല. ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറയുന്നെങ്കിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന്റെ ഫലമായി തനിക്ക് ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. അഗ്രിപ്പാ രാജാവിനോട് സംസാരിച്ചപ്പോൾ ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം ഈ ചങ്ങല ഒഴികെ സകലത്തിലും തന്നെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നതായി പറഞ്ഞു. തന്നെ തന്നെ മാതൃകാപരമായി രൂപപ്പെടുത്തിയത് സഹവിശ്വാസികളെ ഉറപ്പിക്കുന്നതിന് സഹായിച്ചു. ലോകം മാതൃകാ പുരുഷന്മാർക്കായി ദാഹിക്കുന്നു. ക്രിസ്തുവിനെ അറിയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കുടുംബം മുഴുവൻ അവരെ അനുകരിക്കും. സഭയുടെ നേതൃസ്ഥാനത്തും അവരെ ആവശ്യമുണ്ട്. ഈശോയെ നേരിട്ടറിയുന്നവരുടെ നേതൃത്വം ലോകത്തിന്റെ രക്ഷ തരും. ദൈവത്തെ അറിയുന്നവർക്കായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഗ്രാമ ഇടവകയിൽ സേവനം ചെയ്ത ഒരു പട്ടക്കാരന്റെ മകൻ അത്യാസന്ന നിലയിൽ രോഗിയായി കിടക്കുകയായിരുന്നു. ആ മകൻ കർത്താവിനെ വിശ്വസിച്ചിരുന്നതിനാൽ മകന്റെ ആത്മരക്ഷയെപ്പറ്റി പിതാവിന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ നില മകനെ അറിയിക്കുവാൻ മടിച്ചു. പ്രാർത്ഥനയോടെ മകനെ സമീപിച്ച് ഒരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിച്ച ശേഷം രോഗം സൗഖ്യമാവുകയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ വിവരം ധരിപ്പിച്ചു. കർത്താവിന്റെ വിളിയനുസരിച്ച് പോകുവാൻ ഭയമുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ മകൻ പുഞ്ചിരിയോടെ അപ്പന്റെ സ്നേഹിതനാണല്ലോ ഈശോ, ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ആ മകൻ പിതാവിലൂടെ യേശുവിനെ അറിഞ്ഞു. അറിവുകളുടെ കുറവല്ല, മാതൃകകളുടെ കുറവാണ് ലോകത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.